Hello everyone, Assalamu alaikum, welcome back. ഇന്നത്തെ നമ്മളെ വീഡിയോ പൊന്നാനിയിലെ പോപ്പുലർ ആയിട്ടുള്ള മുട്ടപ്പത്തിരിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പൊന്നാനിക്കാർക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു അപ്പമാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഈ ഒരു മുട്ടപ്പത്തിരിയാണ് കേട്ടോ പൊന്നാനിക്കാരുടെ ദേശീയ അപ്പം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും സ്പെഷ്യാലിറ്റി ഈ ഒരു മുട്ടപ്പത്തിരിക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ടേസ്റ്റും ഈ മുട്ടപ്പത്തിരിക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുവരെ ഈ ഒരു പൊന്നാനി സ്പെഷ്യൽ ഐറ്റം കഴിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതും അതോടൊപ്പം തന്നെ ട്രൈ ചെയ്തിട്ട് കറക്റ്റായി കിട്ടാത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി ആൻഡ് പെർഫെക്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണേ. അപ്പോൾ നേരെ റെസിപ്പി കാണാം. അപ്പോൾ ഈ ഒരു മുട്ടപ്പത്തിരി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. 250 ml മെഷർമെൻറ്റ് കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതായത് 2 കപ്പ് പച്ചരിക്ക് 1.5 ടേബിൾ സ്പൂൺ ഉഴുന്ന് മതി. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കുക. ഒരു 4-5 പ്രാവശ്യം കഴുകിയെടുക്കണം. നന്നായിട്ട് വൃത്തിയാവുന്ന രീതിയിൽ തന്നെ കഴുകിയെടുക്കാം. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുക. ഇനിയിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം, സമയമില്ല, അങ്ങനെയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ 1 മണിക്കൂർ ഇട്ട് വെച്ചാൽ മതി. അങ്ങനെ ആയാലും പ്രശ്നമില്ല. ഇനി ഇതിലേക്ക് വേണ്ട വേറൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പപ്പടമാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6 മീഡിയം സൈസ് ആയിട്ടുള്ള പപ്പടമാണ്. നല്ലോണം പൊള്ളച്ച് വരുന്ന പപ്പടം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ഈ ഒരു പപ്പടം ഞാനൊന്ന് കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഇതുപോലെ ചെറുതാക്കി മുറിച്ചെടുക്കുന്നത്. സിസേഴ്സ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം വെള്ളത്തിലിരിക്കട്ടെ. പിന്നെ അരി വെള്ളത്തിലിട്ട് കൊടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ പപ്പടം ഇട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ അരി അരക്കുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുമ്പ് പപ്പടം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. പപ്പടം സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അലിഞ്ഞു കിട്ടുമല്ലോ. ഇതാ 3-4 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇതാ അരിയും ഉഴുന്നൊക്കെ അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. അരക്കാൻ പറ്റുന്ന ഒരു പരുവായിട്ടുണ്ട്. ഇനി ഇത് മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റുകയാണ്. ഞാൻ ഈ ഒരു അരി മൊത്തത്തിൽ മിക്സിൻ്റെ ജാറിലേക്ക് ഒരു സിംഗിൾ ബാച്ചായിട്ട് തന്നെയാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ട വേറൊരു ഐറ്റം എന്ന് പറയുന്നത് ചോറാണ്. അതായത് 2 കപ്പ് അരിക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചോറ് ഞാൻ ഇട്ട് കൊടുക്കേണ്ടത്. നമ്മളെ മുട്ടപ്പത്തിരിക്ക് ഒരു സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോറ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പപ്പടം കൂടെ ചേർത്ത് കൊടുത്തിട്ട് തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ, അതായത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. ഒട്ടും തരികൾ പാടില്ല കേട്ടോ. എന്നാൽ മാത്രമല്ല നമ്മളെ മുട്ടപ്പത്തിരി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരി അരക്കുന്ന സമയത്ത് എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവാണ്. അതായത് അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ ബാറ്ററി നല്ല ലൂസായി പോവും. അപ്പോൾ നമ്മളെ മുട്ടപ്പത്തിരി കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ എത്രത്തോളം കുറഞ്ഞ അളവിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാൻ പറ്റുമോ അത്രയും തിക്കാവുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് ലൂസാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയല്ലോ. ആദ്യം തന്നെ ലൂസാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറക്റ്റായിട്ട് മുട്ടപ്പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഈ ബാറ്ററി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, വേഗം തന്നെ ചുട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു കയ്യിൽ ബാറ്ററാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കയ്യിൽ ബാറ്റർ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഇതാ നന്നായിട്ട് തന്നെ പൊന്തി വരും. ഇതുപോലെ എല്ലാ ഭാഗത്തു നിന്ന് പൊന്തിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുക. അപ്പോൾ ഒരു ഭാഗം ഇതുപോലെ കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുക്കുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മൊരിച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് മൊരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഓയിലിട്ടിട്ട് മൊരിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് മുട്ടപ്പത്തിരി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ബാക്കിയുള്ള ബാറ്റർ വെച്ചിട്ട് മുട്ടപ്പത്തിരി പൊരിച്ചെടുക്കുക. അപ്പോൾ ബാറ്റർ ആദ്യം ഒഴിക്കുമ്പോൾ ഓയിൽ നല്ല ചൂടാവേണ്ട കാര്യം വിട്ടു പോകരുത്. നന്നായിട്ട് തന്നെ പൊന്തിക്കിട്ടും. പിന്നെ ഒന്ന് കുറച്ചും കൊടുക്കുക. എന്നാൽ മാത്രമേ ഉള്ളൂ ഉൾഭാഗമൊക്കെ ഒന്ന് കുക്കായി കിട്ടുക. അങ്ങനെ തിരിച്ചു മറിച്ചു വിട്ട് കഴിഞ്ഞാൽ സംഭവം റെഡിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു മുട്ടപ്പത്തിരി നമുക്ക് ചായൻ്റെ കൂടെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. കറീൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ കറി കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ തന്നെ ബീഫ് കറി, അതുപോലെ തന്നെ ചിക്കൻ കറി, പിന്നെ മീൻ മുളകിട്ട്, അതൊക്കെ നല്ല കോംബോ ആണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു പൊന്നാനി സ്പെഷ്യൽ ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ?
നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഈസി റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണേ. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടും. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് തന്നെ വരുന്നതായിരിക്കും. ടിൽ ദാറ്റ് ബൈ.